ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ചിറയൻകീഴ്, അഴൂർ പഞ്ചായത്ത്, അതേപോലെ തന്നെ വക്കം പഞ്ചായത്ത്, കടയ്ക്കാവൂർ പഞ്ചായത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള രീതിക്ക് ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ്. ഞങ്ങൾ എത്ര കാലം, നിങ്ങൾക്കറിയാമല്ലോ, എന്നെങ്കിലും ഒരു കാലത്ത് ഇതേപോലെയുള്ള ഒരു സമരം ഞങ്ങൾക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഗവൺമെന്റും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് നിങ്ങൾ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ കുറ്റം പറയുകയും ആ അപരാധമെല്ലാം ഞങ്ങളുടെ മണ്ടയ്ക്ക് കൊണ്ട് ചുമത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവരിക, കൃത്യമായിട്ട് ആഴം നിലനിർത്തി ഈ മണൽക്കൂന പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ ഡ്രഡ്ജിങ് നടത്തുവാനായിട്ട് അവിടെ കഴിയൂ. യാഥാർത്ഥ്യമാണ്, പ്രായോഗികമായ കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് 5 മീറ്റർ ആഴമെങ്കിലും നിലനിർത്തി ഡ്രഡ്ജർ അകത്ത് കിടക്കുവാനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ്. മണൽക്കൂനകൾ മാറ്റേണ്ടതാണ്. ഈ സമരം തീരുമാനം ആകാത്ത പക്ഷം ഈ സമരം വീണ്ടും തുടരും. ഈ ഡ്രഡ്ജർ വന്ന് ഞങ്ങൾക്കിവിടെ പണി നടക്കും, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവർ നടത്തി തരുമെന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായിട്ട് ഈ സമരം പിൻവലിയും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ചോദിക്കാണ്ടത് അല്ല, നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ മണൽക്കൂന അവിടെ കിടന്നാൽ ഈ പൊഴി മുറിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം ഈ മണല് വെള്ളം വരുമ്പോൾ, അതായത് വേലി ഇറക്കത്തിനാണല്ലോ വെള്ളം കടലിലോട്ട് പോകുന്നത്. ഈ ഇറക്കത്തിന് പോകുന്ന സമയത്ത് ഈ മുറിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറ് വശത്താണ്. ഈ മണ്ണ് കിടക്കുന്നത് എവിടെയാണ്? കിഴക്ക് വശത്താണ്. അപ്പൊ പൂർണ്ണമായിട്ട് ഈ മണൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന പണിക്ക് ഒരു ഉപയോഗവും ഇല്ലാതെ മാറി. അപ്പൊ അതുകൊണ്ട് മണൽ മാറ്റണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇവരുടെ ഈ ഡ്രഡ്ജർ അകത്ത് കയറണമെങ്കിൽ ആ ഒരു സൗകര്യം ഒരുക്കിയാൽ മാത്രമേ ഇവർക്ക് ഡ്രഡ്ജർ അകത്ത് കയറാൻ സാധിക്കൂ. അപ്പൊ പൂർണ്ണമായിട്ടും ആ മണൽ മാറ്റും. പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ഈ കൂന മാത്രമാണ് മാറ്റാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മേളിലുള്ള മണ്ണ് അവർ ഡ്രഡ്ജ് ചെയ്ത് മാറ്റിക്കോട്ടെ. അതായത് തറനിരപ്പിലുള്ള ആ മണ്ണ്, കൂനയായി കിടക്കുന്ന മണ്ണ് തറനിരപ്പിൽ മാറ്റിയതിന് ശേഷം അവർ ഡ്രഡ്ജ് ചെയ്ത് ബാക്കിയുള്ള മണൽ മാറ്റിക്കോട്ടെ. 5 മീറ്റർ ആഴത്തിൽ അവർ മാറിക്കോട്ടെ. പക്ഷെ ഇത് കടന്നു വരുന്ന വഴിയുണ്ട്, ഡ്രഡ്ജർ കടന്നു വരുന്ന വഴിയുണ്ട്. ആ വഴിയിൽ കൃത്യമായി ഈ 5 മീറ്റർ ആഴത്തിൽ മണലുകൾ പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ഈ ഡ്രഡ്ജർ അകത്ത് കടന്നു വരുവാനായിട്ട് സാധിക്കൂ. ഇത് മത്സ്യത്തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള അറിവിൽ നിന്നാണ് പറയുന്നത്. ഇത് ഒരിക്കലും തടസ്സപ്പെടുത്താനില്ല, നടക്കണം. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അത്രയോ. വീഡിയോ കാണുന്നതേ അതിനിടയിൽ കേട്ടില്ല. ഇതിലുണ്ടോ? ഈ സമരം ഒരിക്കൽ പോലും ഞങ്ങൾ ഗവൺമെന്റ് നമ്മുടെ ഇവിടെ വരുന്ന 10-25,000 വരുന്ന തൊഴിലാളികളുടെ ഉപജീവന മാത്രമാണ് ഞങ്ങൾ സമര രീതിയായി മുന്നോട്ട്. അപ്പോഴും ഈ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റിനെ എതിർക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷമായ രീതിയിൽ ചെയ്യാനില്ല. ഇതിലുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. എല്ലാ ആൾക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടി, ഇവിടെ ഉപജീവന മാർഗത്തിന് പണി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നെടുത്ത തീരുമാനം തന്നെ
ഗവൺമെന്റിന് ഒരിക്കൽ പോലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഏതുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനും ഞങ്ങളും മനുഷ്യരാണ്. അവർക്ക് ഇനിയും ഒരു നല്ലൊരു മഴ പെയ്താൽ ആ കിഴക്കൻ പ്രദേശം മുഴുവൻ വെള്ളത്തിനിടയിലാവുമെന്നറിയാം. അത്ര ദുഷ്ടബുദ്ധികളൊന്നും ഉള്ളവരല്ല ഈ സമരം ചെയ്യുന്നവർ. ഏതുവിധ കാരണവശാലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ഗവൺമെന്റാണ് എങ്കിൽ ഇത് അടിയന്തരമായി ഈ മണൽ നീക്കുന്നതിലേക്ക് വേണ്ടി കൂടുതൽ മെഷീനറികൾ ഇന്ന് തന്നെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു മഴ വരുന്നതിന് മുമ്പ് ഈ ഇവിടെ അദ്ദേഹം നമ്മുടെ ബിനു പീറ്റർ പറഞ്ഞതുപോലെ ഇത് ഒരു സൈഡിൽ നിന്ന് മണ്ണെടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കിടക്കുന്ന കൊണ്ട് വീണ്ടും വരും. ഇത് ആദ്യം കാണുമായിരുന്നു. ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു 10 മീറ്ററിനകത്തായിരുന്നു മണൽ. അന്നാണ് ഞങ്ങൾ എല്ലാവരും ഈ ഇങ്ങനെ ഓഫീസിൽ ചെന്ന് ഉപരോധിക്കുന്നത്. അപ്പൊ പറഞ്ഞ് ഞങ്ങൾ നാളെ തന്നെ ഇത് തുടങ്ങുന്നു. പക്ഷെ അത് ചെയ്തില്ല. അന്ന് തന്നെ ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഏതൊരു കാരണവശാലും ഈ മണൽ ഇത്രയും വരില്ലേ? ഇത് ഉദാസീനത കാണിച്ചതിന്റെ പേരിൽ വന്ന് സംഭവിച്ചാണ്. ഗവൺമെന്റിനെതിരായി ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ സമരം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമരം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട് അതിനകത്ത്. പക്ഷെ അത് ഒരിക്കലും ശരിയായ ഒരു വാക്കല്ല. അദ്ദേഹം അത് പിൻവലിക്കണം. അന്ന് പറയുന്നത് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതിനോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ആർക്കും ജനാധിപത്യത്തിൽ ആർക്കും എന്തുകൊണ്ടും പറയാം. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഇവിടെ മെഷീനറികൾ കൂടുതൽ കൊണ്ടുവന്ന് മണൽ മാറ്റി ട്രജർ വരുമ്പോഴത്തേക്ക് കുഴി മുറിച്ച് ഉള്ളിലേക്ക് കടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് നമ്മുടെ തൊഴിലിന് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഈ സമരസമിതിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പറയുന്നു. ബഹുമാനപ്പെട്ട ജില്ലയുടെ തന്നെ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി അതേപോലെ ജോയി MLA ഒരു വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ഈ മുതലപ്പുഴയിൽ ഈ പ്രതിഭാസം ഒരാഴ്ച കൊണ്ടുണ്ടായതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വളരെ രേഖാമൂലം തന്നെ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ നവംബർ മുതൽ ഈ കടലിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെ ഉണ്ടാവുന്ന പ്രതിഭാസം കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കൃത്യമായി ഇല്ലാതിരുന്നത് കൊണ്ട് മൂലമാണ് നിലവിലെ ഈ അവസ്ഥയ്ക്ക് കാരണമായത്. ഇതിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പല ദിവസങ്ങളും ഏകദേശം ഇതിലൂടെ ഫുട്ബോൾ കളി മുതൽ വോളിബോൾ കളിക്കുന്നത് വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുണ്ട്. അന്നെല്ലാം പറഞ്ഞതാണ് ഒരാഴ്ച, 2 ദിവസം, 3 ദിവസം. മത്സ്യത്തൊഴിലാളികളുടെ കടലറിവ് വെച്ച് പങ്കുവെച്ച ആ മുറയ്ക്ക് തന്നെയാണ് ഇവിടെ പൊഴി മൂടിയിരിക്കുന്നത്. അപ്പൊ ഈ പൊഴി മൂടിയത് ഏതെങ്കിലും കുത്തക മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ ഗൂഢാലോചനയുടെ പ്രകാരമല്ല ഇവിടെ പൊഴി മൂടിയത്. ഇവിടെ ഒരു ചെമ്മീൻ കൃഷി നടത്തുന്നതിനോടും അല്ലെങ്കിൽ ചെമ്മീൻ വളർത്തുന്ന കർഷകരോടും ഞങ്ങൾ എതിരല്ല. അവരും ഞങ്ങളെപ്പോലെ മത്സ്യം ഉപജീവിത മാർഗമായി കരുതുന്നവർ തന്നെയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരും സർക്കാരും കൃത്യമായ സമയത്ത് അവർ ജോലി ചെയ്യാത്തത് മൂലം ഏകദേശം 22,000-ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇവിടെ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഏകദേശം 177-78ഓളം മത്സ്യബന്ധന യാനങ്ങൾ തുരുമ്പ് പിടിച്ച് കായലിൽ താന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ അവസ്ഥകളിൽ നിന്നും മോചനം ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. അല്ലാതെ ഒരു സർക്കാരിനോടോ ഒരു സംവിധാനത്തിനോടോ വെല്ലുവിളിക്കാനോ അവർക്ക് താക്കീത് കൊടുക്കാനോ അല്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരം ട്രജർ ഇന്ന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ കടലറിവിന്റെ സംവിധാനത്തിൽ അവരെ വരാനെത്തണമെങ്കിൽ ഏകദേശം 73 മണിക്കൂർ എടുക്കും. ഏകദേശം 4 ദിവസത്തോളം എടുക്കും. ഈ 4 ദിവസത്തിനുള്ളിൽ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലുകൾ പൂർണ്ണമായും ഒഴിവാക്കുക, അതിനു വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് സർക്കാർ കൊണ്ടുവരാൻ തയ്യാറാകുക. അതുകൂടാതെ ഈ വരുന്ന യാനം അകത്ത് കയറണമെങ്കിൽ ഈ ട്രജർ അകത്ത് കയറണം, കൃത്യമായ ആഴം ഉറപ്പുവരുത്തുന്ന രീതിയിൽ
ഡ്രെഡ്ജിങ് അകത്ത് നിന്ന് പോകാൻ കൊണ്ടുപോകുക. അതിൽ കൃത്യമായി ഞങ്ങൾ രേഖാമൂലം തന്നെ പറയുന്നു, ഞങ്ങൾ കൃത്യമായി ആ ആഴം പൂർണ്ണമായി അത് കയറ്റി വരാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇത് തുറന്നു വിടാൻ അനുവദിക്കൂ. കാര്യം ഇത് തുറന്നു വിട്ടും കൊണ്ട് ആ യാനം കടലിൽ കിടന്ന് നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ ആ യാനം അവിടെ നിന്ന് ഇത്രയും ബുദ്ധിമുട്ട് ട്രെജർ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് ഇവിടെയുള്ള നിലവിലെ സാഹചര്യത്തിന് ഉപയോഗപ്പെടണം എന്ന് ഞങ്ങളും കൂടി ഉറപ്പ് വരുത്തിയതിനു ശേഷമേ ഞങ്ങൾ ഈ പൊഴി അഴി മുറിച്ചു വിടാൻ അനുവദിക്കുള്ളൂ. കാര്യം അത് വെല്ലുവിളിയൊന്നുമല്ല, എങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാകൂ എന്ന വ്യക്തമായ ബോധ്യത്തിലാണ് ഞങ്ങളത് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ എക്യുപ്മെന്റ്സുകൾ സർക്കാർ ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാക്കുക, സമയം വർദ്ധിപ്പിക്കുക. ഇവരിപ്പോ 20 മണിക്കൂർ എന്ന് പറഞ്ഞത് 20 കൃത്യമായ രീതിയിൽ ഒരു 10 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യാൻ ഈ നിലവിലുള്ള ട്രെഡ്ജർ ഉപയോഗിക്കുന്നില്ല. അന്ന് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി പറഞ്ഞത് NHകളിൽ കിടക്കുന്ന JCBകൾ എല്ലാം ഇവിടത്തേക്ക് കൊണ്ടുവരാനാണ് അന്നത്തെ പത്രസമ്മേളനത്തിൽ അറിയും. ഒരെണ്ണം പോലും വന്നിട്ടില്ല. ഇവിടെ ബിനു പറഞ്ഞത് വളരെ വ്യക്തമാണ്. അദ്ദേഹം അന്ന് ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ സമര മുഖങ്ങൾക്ക് മുമ്പ് ഏതൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നോ അതിൽ നിന്നും ഒരു കഴിഞ്ഞു പോലും സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ടോ ഈ മുതലപ്പൊഴിയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇവിടെയുള്ള മീഡിയാസ് മുഴുവനും അറിയാം. ഒരു ദിവസമെങ്കിൽ പോലും ആ മുതലപ്പൊഴിയുടെ വിഷയം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു മീഡിയകൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ട രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്താൻ സർക്കാർ നിർദ്ദേശിക്കുക മാത്രമല്ല അത് കൃത്യമായി വാച്ച് ചെയ്യാനുമുള്ള ഒരു മനസ്സ് കാണിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ ഉണ്ട്. ആദ്യം ഒരു കാര്യം എന്ന് പറയുന്നത് വിട്ടുപോയതാണ്, അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ 130 മീറ്ററോളം അദാനിക്ക് വാർഫ് നിർമ്മിക്കുന്നതിന് വേണ്ടി പൊളിച്ചു കൊടുത്തതിന്റെ ഒരു ദുരന്ത ഫലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞങ്ങൾ ഒരുപാട് സമരങ്ങളും ഒരുപാട് ചർച്ചകളിലും വളരെ വ്യക്തമായിട്ട് ഉന്നയിച്ചതിന് ശേഷമാണ് അത് പൂർവ്വസ്ഥിതിയിലാക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഏറ്റവും വലിയ വിപത്തിന് അതിൽ നിന്ന് വരാൻ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കല്ല് അന്ന് അടിക്കുമ്പോൾ ഈ കല്ലിന്റെ അടിഭാഗത്തുള്ള വെള്ളത്തിൽ മൊത്തം കല്ലടിച്ച് ഏതാണ്ട് 4-5 മീറ്ററോളം അടിയിൽ നിന്ന് കല്ല് അടിയിൽ നിരത്തിയതിനു ശേഷമാണ് മേളിലുള്ള ഈ ഡെക്കോർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറകൾ കൊണ്ടുവന്ന് ഈ മണ്ണിന്റെ പുറത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഈ വെള്ളത്തിൽ ഈ സാധനമില്ല, മണ്ണിന്റെ പുറത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പരിശോധിക്കാം. ഈ മണല് വെള്ളം കയറുമ്പോൾ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും അടിയിൽ നിന്ന് വലിച്ചുകൊണ്ട് വയ്ക്കുകയാണ്. അതായത് അടിയിലുള്ളത് മണലാണ്, അവിടെ പാറയില്ല, കല്ലുകളില്ല. അപ്പൊ ആ ഇല്ലാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വേലിയേറ്റത്തിന് അതാണ് ഇവിടെ കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. കടലിൽ നിന്ന് മണൽ കയറുന്നുണ്ട്, ഇല്ലെന്നല്ല. ഈ മണൽ ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്ന ആ ഭാഗത്ത്, ആ പുലിമുട്ടിന്റെ ഭാഗത്ത് കയറിയിരിക്കുന്ന മണലെന്ന് പറയുന്നത് ഇവര് വളരെ ഒരു ശാസ്ത്രീയതയും ഇല്ലാത്ത രീതിക്ക് ആ കല്ലടിക്കുന്നതിന്റെ ഫലമാണ്. കാര്യം കൃത്യമായിട്ട് അടിക്കട്ടില്ല, അതിന്റെ ബേസ്മെന്റ് അതിനില്ല, ആ മേളിലുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഈ വരാൻ പോകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത്, ഈ മൺസൂൺ സമയത്ത് മഴക്കാലത്ത് ഈ വെള്ളം വരും, കിഴക്കുന്ന് വെള്ളം വരും, മലയിൽ നിന്നൊക്കെ വെള്ളം വരും. ഈ വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലാണ്. ഇത് വന്ന് നേരെ ഇടിക്കുന്നത് ഈ തെക്കുവശത്തെ പുലിമുട്ടിലാണ് ആദ്യം ഇടിക്കുന്നത്. ഇടിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ മണൽ മൊത്തം വലിഞ്ഞു പോവുകയും ഈ ഒഴുക്കിനോടൊപ്പം പോവുകയും ഈ കിഴക്ക് ഈ 130ഓളം മീറ്റർ ഇപ്പൊ ഇവർ വെച്ചിരിക്കുന്ന കല്ല് പൂർണ്ണമായിട്ടും മറിഞ്ഞ് വെള്ളത്തിലോട്ട് പോകും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ മുമ്പേ മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിട്ട് മുമ്പേ പറയുകയാണ്, നിങ്ങളിത് ഈ വീഡിയോ കീപ്പ് ചെയ്ത് വെച്ചേക്കുക, അന്ന് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അന്ന് നടന്ന ചർച്ചയിൽ പറഞ്ഞത് മന്ത്രി പോലെ മന്ത്രി പറയുന്നത് ഇത് പ്രകൃതിയുടെ വേറൊരു സിസ്റ്റം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും മണ്ണ് അണികയറിയെന്നാണ് മന്ത്രി അന്ന് സൂചിപ്പിച്ചത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം, കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് അതായത് ഈ മണ്ണ് റജ്ജയിൽ മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും മണ്ണൊന്നും കൊടുത്തില്ല. അപ്പൊ ഇത് പ്രകൃതിയുടെ കുറ്റമൊരു കാര്യമല്ല, അത് കൃത്യമായിട്ട് ആ സമയത്ത് സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ അവസ്ഥയിൽ തീർക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മണ്ണ് മാത്രമല്ല അതിന്റെ സൈഡുകളിൽ ഈ കല്ലുകൾ കയറി ഒത്തിരി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കല്ലുകളിലൂടെ അതിലൂടെ മാറ്റം സർക്കാർ ചെയ്യണമെന്ന് മാത്രമേ ഈ അവസ്ഥ പറയാനുള്ളൂ. എത്ര വള്ളക്കാരെന്നറിയുമ്പോൾ ഇവിടെ പട്ടിണി കിടക്കുന്നത് 150ഓളം വള്ളങ്ങളുണ്ട്, വലിയ വള്ളങ്ങൾ. ഒരു വള്ളത്തിൽ 35-40 ആളുകളാണ് പണിക്ക് പോണത്. ഈ വള്ളങ്ങൾ തന്നെ ഈ പറഞ്ഞ കണക്കിന് വട്ടി പലിശയ്ക്കും സ്വന്തം കുടുംബമൊക്കെ പണയം വെച്ച് ബാങ്കിൽ കൊണ്ട് പണയം വെച്ചാണ് ആ പലിശയ്ക്ക് എടുത്ത് ഈ വള്ളം വലൊക്കെ ഇട്ടിരിക്കുന്നത്. കടക്കണ്ണിലാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി എന്ന് പൊക്കിണ്ടിരിക്കുന്നത്. അവർക്ക് അന്നത്തിന് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് കടലിൽ പോയി വരണം, അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. അല്ല ആർക്കും എതിരല്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ്. ഞങ്ങൾ മാസങ്ങൾ മുമ്പ് ആവശ്യപ്പെട്ടതാണ് മണൽ ഹാർബറിനകത്ത് അടഞ്ഞടഞ്ഞ് കൂടുന്നതായിട്ട്. പല ഉദ്യോഗസ്ഥർക്കടുത്തും പറഞ്ഞ് പല അധികാരികളടുത്തും പറഞ്ഞതാണ്. പക്ഷെ അവരത് കാര്യമായിട്ട് കൊണ്ടില്ല. പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മണൽ അടഞ്ഞു കൂടുന്നതായിട്ട്. അവരും പത്രങ്ങളിലൊക്കെ വന്നായിരുന്നു. പക്ഷെ ഈ ചെയ്യേണ്ട സമയത്ത് വർക്കുകളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇത്ര ടൺ കണക്കിന് മണൽ ഈ ഹാർബറിൻ്റെ അകത്ത് അടഞ്ഞു കൂടിയത്. ഞങ്ങൾ ആവശ്യം ഇതേ ഉള്ളൂ, മണൽ എത്രയും പെട്ടെന്ന് മാറ്റി തരണം. സാർ, ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ മാത്രം വിഷയമായിട്ട് ഇത് ചുരുക്കരുത്. എൻ്റെ കണക്കൂട്ടലിൽ വന്നു പറഞ്ഞാൽ ഇത് മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. മുതലപ്പൊഴി ഇങ്ങനെ ഈ അടഞ്ഞു കിടന്നാൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ദിവസമോ ശക്തമായ മഴ പെയ്താൽ ഇത് മത്സ്യമേഖല വിട്ട് മറ്റ് കരമേഖലയെ ബാധിക്കും. കരമേഖല ബാധിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളെക്കാൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കരമേഖലയ്ക്ക്. കാര്യം അവരുടെ ഭവനങ്ങളായിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ 1-2 മത്സ്യകൃഷികളിലോ ഏതെങ്കിലും ഫാമുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ബാധിക്കും. മാത്രമല്ല മറ്റേ കാർഷിക മേഖല പോലും വലിയൊരു നാശനഷ്ടത്തിന് സാധ്യത ഉള്ള മേഖലയാണ്. ഇത് മത്സ്യത്തൊഴിലാളികളെ മാത്രം വിഷയമായി ചുരുക്കാതെ മത്സ്യത്തൊഴിലാളിയുടെ വിഷയത്തിനൊപ്പം തന്നെ കരയിലെ വിഷയമാക്കി ചേർത്ത് ഇത് രണ്ടായി കാണാതെ രണ്ടും ഒന്നായി കണ്ടുകൊണ്ടുള്ള വാർത്താ മാധ്യമങ്ങളിലേക്കും ഇത് രണ്ടായി കൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പറയുന്ന പോലെ ഈ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വളരെ വലുതായി കഴിഞ്ഞു. നമ്മളിപ്പോഴും JCB-യിലാണ് നിൽക്കുന്നത്, നമ്മളിപ്പോഴും മണ്ണുവാതിയിലാണ് നിൽക്കുന്നത്. സാങ്കേതിക വിദ്യയൊക്കെ പലതും വലുതായി കഴിഞ്ഞു. നമുക്ക് ഒരു ദുരിതം ഉണ്ടാവാൻ സാധ്യത വന്നപ്പോൾ ഒരു രാജ്യത്തിറക്കി കണ്ണൂർ ഭവന്റെ സവിശേഷതയാണ് ഉണ്ടായത്. എപ്പോഴും ഒന്ന് ഇറക്കി അത് എന്താ ദുർഗതയൊക്കെ വന്നു, അവിടെ കെട്ടിൽ കിടന്നു. ഇത് എല്ലാ ഹാർബറിലും ഇതുപോലെ ഡ്രഡ്ജർ സ്ഥിരമായിട്ട് ഉണ്ടാകണം. ഹാർബറിൽ ഡ്രഡ്ജർ ഉണ്ടായാൽ മാത്രമേ കര നമുക്ക് സുരക്ഷിതമായി കാക്കാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഈ സമരത്തെ ഒരു മത്സ്യത്തൊഴിലാളി സമരമോ അല്ലെങ്കിൽ ഇവിടെ കേവലം കലാപം ഉണ്ടാക്കുന്ന സമരമായിട്ട് കാണാതെ ഇത് കരയും മത്സ്യത്തൊഴിലാളി ഒരുപോലെ കണ്ടുകൊണ്ട് ഈ സമരത്തെ പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പാക്കുന്ന സംവിധാനങ്ങൾ, നവീന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തന രീതിയിൽ കൊണ്ടുവരികയും ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒപ്പം തന്നെ ഈ കരഭാഗത്തുള്ള കാർഷിക മേഖല സംരക്ഷിക്കപ്പെടണം. അതിനായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ 20 മണിക്കൂറിൽ ഒരു യന്ത്ര സാമഗ്രികളും പ്രവർത്തിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല നിലവിൽ തന്നിരിക്കുന്നതിന് ഇന്നലെ വരെ 2 JCB ഉള്ളത്, ഇന്ന് 2 JCB കടമെടുക്കുന്നുണ്ട്. അതല്ല കുറഞ്ഞ 10-ൽ പരം JCB എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന 4 ദിവസം അല്ലെങ്കിൽ 73 മണിക്കൂർ കൊണ്ട് ഇവിടെ കിടക്കുന്ന മണലുകൾ ജലനിരപ്പെങ്കിലും മാറ്റാൻ കഴിയത്തുള്ളൂ. ജലനിരപ്പ് മാത്രം കഴിഞ്ഞാൽ മാത്രം ഒഴുകി പോകേണ്ട വെള്ളം ഇല്ലതാണ്. അതുകൊണ്ട് ഈ 5 മീറ്റർ ആഴം വരണമെങ്കിൽ ഈ സാധനങ്ങൾ, അതായത് നമ്മുടെ മെക്കനൈസ്ഡ് സാധനങ്ങളൊക്കെ കൂടുതൽ കൊണ്ടുവരികയും, ഞാൻ പറഞ്ഞ JCB റോഡിലെ JCB കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 10-ൽ പരം JCB കൊണ്ടുവന്ന് അടിയന്തരമായി ഇത് വരുന്നത് ഒരു മാസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മഴ പെയ്താൽ വളരെ സങ്കീർണമാണ് ഈ മേഖല. ഈ ചിറകിൽ താലൂക്കിന്റെ പ്രാന്തപ്രദേശം 5 പഞ്ചായത്ത് പൂർണ്ണമായി മുങ്ങിപ്പോകും. 5 പഞ്ചായത്തുള്ള ചില്ലറ ജനങ്ങളല്ല താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് മത്സ്യത്തൊഴിലാളികളെ കേവല സമരമായി കാണാതെ ഇപ്പോഴത്തെയുള്ള ജനങ്ങളുടെ ഒരു ജീവനസ്വത്തിൽ സംരക്ഷിക്കുന്ന സമരമായി കണ്ടുകൊണ്ട് അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമേ